ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറഞ്ഞാൽ, രാവിലെ എണീച്ച് വന്ന സമയത്ത് അതൊക്കെ ആദ്യം തന്നെ വേഗം ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ അരി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു വീട്ടമ്മമാർക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അത്. രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് അരി വെള്ളത്തിലിടാൻ മറന്നു പോകുക കേട്ടോ. പിന്നെ എനിക്ക് അരി വാട്ടിക്കുഴച്ച് പരത്തി റൊട്ടിയോ പത്തിരിയോ ഒക്കെ ചുടാൻ എന്തോ ഒരു മടി പോലെ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചായൻ്റെ കടിയാണ് കേട്ടോ, നാഷ്ടയാണ് കേട്ടോ രാവിലത്തെ. അപ്പോൾ ഞാൻ എന്താക്കിയാൽ പത്തിരിപ്പൊടി ഉണ്ടായിനി, പത്തിരിപ്പൊടി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല നരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ കലക്കുകയാണെങ്കിലും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പാത്രത്തിലിട്ടിട്ട് നമ്മൾ നല്ല കലക്കുകയാണെങ്കിൽ പറ്റും. ഞാൻ എന്താണ് ചെയ്തത്, മിക്സിൻ്റെ ജാറിലേക്ക് ലേശം 2 കയ്യിൽ പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ നീർദോശ അരച്ചെടുക്കൂലേ, അതാ വേണ്ട വെള്ളം കൂട്ടിട്ടോ. നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിന് കണക്കായ വെള്ളം. പക്ഷേ ഒരു നല്ല വെള്ളം തന്നെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ദോശ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ എളുപ്പത്തിന് ആദ്യം ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു നാഷ്ട ഉണ്ടെങ്കിൽ ഈ ഒരു നാഷ്ട ചായക്കടിയേ ഉണ്ടായിട്ടുള്ളൂ. എപ്പം നോക്കിയാലും ദോശ. നമ്മൾ ഇന്നത്തെ പോലെ പത്തിരി പൂരി പത്തൽ അങ്ങനെയൊക്കെ ചുടൽ കുറവാണല്ലോ. അങ്ങനെ നല്ല ദോശ കേട്ടോ, നീരുദോശയാണ്. പിന്നെ നമ്മൾ പറയും പൊറോട്ടയാണ് ദേശീയ ഭക്ഷണം, പക്ഷേ പൊറോട്ട എന്നല്ല ദേശീയ ഭക്ഷണം. ശരിക്കും പറഞ്ഞാൽ ദേശീയ ഭക്ഷണം ദോശയാണ്. ആദ്യം തന്നെ കണ്ടുകൂടാത്തൊരു നാഷ്ട. ദോശയെ പറഞ്ഞ് പട്ടിണി കിടന്നാലും നാഷ്ടാക്കൂലായിരുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയൂലല്ലോ, ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നാഷ്ടാക്കി ഡെയിലി നമ്മൾ രാവിലെ എണീച്ചാൽ പുട്ട് ദോശ പൂരി ഇതൊക്കെ ആക്കുമ്പോൾ നമുക്ക് എന്താക്കണ്ടേന്നൊന്നും മനസ്സിലാവില്ലേ. അപ്പോൾ അതാരെങ്കിലും രാവിലെ നാഷ്ടക്കൊക്കെ അരി വെള്ളത്തിലിടാൻ മറന്നു പോകുകയെ രാവിലെ എണിച്ചിന് ചപ്പാത്തിക്കായാലും പൂരിക്കായാലും കുഴക്കാനും വാട്ടാനും ഇതൊക്കെ ഒരു മടി പിടിക്കുന്ന സമയങ്ങളുണ്ടാവുമല്ലോ. എല്ലാ ദിവസവും അങ്ങനെ നമുക്ക് ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. ആ ദിവസങ്ങളിൽ നമുക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാഷ്ട ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു നാഷ്ടയാണിത് കേട്ടോ. വേഗം എന്താക്കിയ മിക്സിൻ്റെ ജാറിലേക്ക്, ഇനിയിപ്പോൾ ഇങ്ങനെ ഇളക്കി കുത്തിരിക്കാൻ നിൽക്കും വേണ്ട, മിക്സിൻ്റെ ജാറിലേക്ക് 2 കയ്യിൽ പൊടിയിടുക, ലേശം വെള്ളം ഒഴിക്കുക, ഒന്ന് കറക്കുക, ദോശ ചൂടുക കേട്ടോ. പെട്ടെന്ന് നാഷ്ടയാവും. നമ്മൾ സാധാരണ പച്ചരി വെള്ളത്തിലിട്ടിട്ട് എങ്ങനെയാണോ അരച്ച് ചൂടുക അതുപോലെ. പിന്നെ അതിന് കറി എന്താണ്, തലേന്ന് ലേശം അരിക്കുമ്മൽ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ കാണണ്ട, അത്രയേ ഉള്ളൂ. രാത്രി കൂട്ടിയതിൻ്റെ ബാക്കിയാണത്. അപ്പോൾ അത് മതിയല്ലോ, സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് മതിയല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ രാവിലത്തെ ചായൻ്റെ കടി. എന്താണ് അരിപ്പത്തിരിൻ്റെ പത്തിരിപ്പൊടിയും കൊണ്ട് ദോശ ചുടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ലേസം ബിരിയാണീൻ്റെതും ഉണ്ടായിനി ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ എന്തിനടുത്ത് കുറച്ച് ദോശയും ചുട്ട് അതങ്ങ് ചൂടാക്കി കൊടുത്താൽ കുട്ടികൾ തിന്നോളല്ലോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതങ്ങനെ തന്നെ ആവും എന്നിട്ട് അതും എടുത്തിട്ട് ചൂടാക്കി വെച്ചിട്ടോ, എന്നാൽ പിന്നെ മക്കൾ തിന്നോട്ടെ വെച്ചിട്ട്. അപ്പോൾ പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ വലിയ കുമ്മലിനെക്കായും ടേസ്റ്റ് ചെറിയ കുമ്മലാണല്ലോ, അരിക്കുമ്മൽ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് നിങ്ങൾക്കറിയില്ല, അത്രയേ ഉള്ളൂ. ഇല്ലത് കൊണ്ട് മതിയല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.